നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഒഴിവ്. IT കഴിഞ്ഞവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ കൂടി ചെയ്യുക. അവർക്കും അതിനുള്ള അവസരം ലഭിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ ഹൈദരാബാദിലേക്കാണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അവരുടെ വിവിധ പല ബ്രാഞ്ചുകളുണ്ട്. അത് ബാംഗ്ലൂര്, നാഗ്പൂർ, കൽക്കട്ട, ജോധ്പൂർ, ന്യൂഡൽഹി എന്നീ സ്ഥലങ്ങളിൽ ഉണ്ട്. അവിടെയും ഇപ്പൊ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ B എന്നുള്ളതാണ്. ഇലക്ട്രോണിക് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് പോസ്റ്റിന്റെ കോഡ് 01 എന്നുള്ളതാണ്. 33 ഒഴിവുകളുണ്ട്. 16 എണ്ണം അൺറിസർവ്ഡ് ആണ്. ബാക്കി 10 എണ്ണം OBC, 3 എണ്ണം SC, 1 എണ്ണം ST, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 3. അങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്. ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും, അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം IT അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് മെക്കാനിക്സ് ട്രേഡിലെ ഏതെങ്കിലും NCVT നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നും നേടിയതായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ B ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. 8 പോസ്റ്റുകളാണ് ഉള്ളത്. 4 എണ്ണം അൺറിസർവ്ഡ് ആണ്. ഇതിന്റെയും വേണ്ടി 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമുള്ള NCVT അപ്രൂവ്ഡ് സ്ഥാപനത്തിലുള്ള ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ITI or NPC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തെ പോസ്റ്റ് ട്രേഡ്സ്മാൻ B ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്നുള്ളതാണ്. 9 ഒഴിവുകളുണ്ട്. 5 എണ്ണം അൺറിസർവ്ഡ് ആണ്. ഇതിന്റെയും അതേ യോഗ്യത തന്നെയാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം NCVT അപ്രൂവ്ഡ് സ്ഥാപനത്തിൽ നിന്നുള്ള ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ B ഫോണോഗ്രാഫി എന്നുള്ള 2 പോസ്റ്റുകളാണ് ഉള്ളത്. ഒരെണ്ണം അൺറിസർവ്ഡ് ആണ്. ഇതിന്റെയും വേണ്ടി യോഗ്യത 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം അംഗീകൃത NCVT സ്ഥാപനത്തിലുള്ള ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC ഫോണോഗ്രാഫി ട്രേഡ്, ഡിജിറ്റൽ ഫോണോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലുള്ള ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ B ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ എന്നുള്ളതാണ്. 2 പോസ്റ്റുകളുണ്ട്. ഒരെണ്ണം അൺറിസർവ്ഡ് ആണ്. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഏതെങ്കിലും NCVT അപ്രൂവ്ഡ് സ്ഥാപനത്തിലുള്ള ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇത്രയും വേക്കൻസികളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് മെയിനായിട്ട് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തെലങ്കാന സ്റ്റേറ്റിലാണ്, ഹൈദരാബാദിലാണ്. അവിടെയാണ് അതിന്റെ മേജർ സെന്റർ. അതുകൂടാതെ നാഗ്പൂർ, ന്യൂഡൽഹി, കൽക്കട്ട മറ്റ് ബ്രാഞ്ചുകളിലും വേക്കൻസികൾ വരാം. അവിടെയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 21,700 മുതൽ 69,100 എന്ന സ്കെയിലാണ്. തുടക്ക ശമ്പളം തന്നെ ബേസിക്കും DA ഉൾപ്പെടെ 31,682 രൂപ ലഭിക്കും. അതോടൊപ്പം മറ്റ് അലവൻസുകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസും HRA ഒക്കെ ഉണ്ട് എക്സ്ട്രാ. 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 2023 ഡിസംബർ 31 അടിസ്ഥാനമാക്കിയാണ് ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷനുള്ള നല്ല സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷാ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. എന്നാൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിന് 500 രൂപ നേരത്തെ തന്നെ നിങ്ങൾ ഫീസായിട്ട് സമർപ്പിക്കണം. അതിൽ പിന്നീട് ഫീസ് ഒഴികെ 100 രൂപ ഫീസ് ഒഴികെ ബാക്കിയുള്ള പിന്നീട് അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം, റിട്ടേൺ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം അത് റീഫണ്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന എല്ലാവരും 500 രൂപ ഫീസായിട്ട് അടയ്ക്കണം. ഇതിൽ 400 രൂപ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. അതിൽ 100 രൂപ കൊടുക്കേണ്ട ആൾക്കാരെല്ലാം 100 രൂപ ഡിഡക്ട് ചെയ്ത് ബാക്കി 400 രൂപ അവർക്ക് റീഫണ്ട് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ UPI വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ഡൊമസ്റ്റിക് കാർഡ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയും. മറ്റു രീതിയിലുള്ള ഓൺലൈൻ ഫീസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ്, 6 മാസം എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 50 KB-ക്കും 100 KB-ക്കും ഇടയിലുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ കറുത്ത മഷീൻ കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്തതിനു ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 50-100 KB സൈസിനും ഇടയിലായിരിക്കണം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കോപ്പി, പിന്നെ ITI അതുപോലെ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ്, NCVT സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിസർവേഷൻ വേണ്ട ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള 80 ചോദ്യങ്ങളുള്ള 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയുണ്ട്. അതിനുശേഷമായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ. അത് പാസ് ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ 80-ല് 32 മാർക്കിലും കിട്ടിയിരിക്കണം. റിട്ടൺ ടെസ്റ്റിന്, സ്കിൽ ടെസ്റ്റിന് 50-ല് 100-ൽ 50 മാർക്കും ജനറൽ കാൻഡിഡേറ്റ്സ് നിർബന്ധമായും മേടിച്ചിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. റിലാക്സേഷൻ ഉള്ളവർക്ക് 24 മാർക്ക് റിട്ടൺ ടെസ്റ്റിലും 40 മാർക്ക് സ്കിൽ ടെസ്റ്റിലും നേടിയെങ്കിൽ മാത്രമേ പാസ്സാകത്തുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. എക്സാമിനേഷൻ സെന്ററുകൾ നമുക്ക് നോക്കാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ തിരുവനന്തപുരവും എറണാകുളവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതിന് അപേക്ഷയ്ക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരമുണ്ട്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണുള്ളത്. എങ്ങനെ അപേക്ഷിക്കാൻ വരുന്നില്ല, ഓൺലൈനായിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അത് നിങ്ങൾ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് കീപ്പ് ചെയ്യുക. ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറും ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 31/12/2023, അതായത് 2023 ഡിസംബർ 31 വരെ ഇതിനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.